സാർ. കൂളിംഗ് ഗ്ലാസ് അത് കണ്ണിന് ചെറിയൊരു പ്രശ്നം. ഗ്ലാസ് ഒരിക്കൽ അയ്യോ സാർ, അത് വിടാൻ പറ്റത്തില്ല. എന്താ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുക. ഗ്ലാസ് മാറ്റിയ സാറ് താങ്ങൂല. കുഴപ്പമില്ല. ഞാൻ പറയാൻ വന്നതേ, സാർ മറ്റേ പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. Okay. അത് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഡെഡ് ലൈന് മുമ്പേ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. Okay. 27-ാം തീയതി ഞാൻ ലീവായിരുന്നു. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ കണ്ണിന്റെ സർജറി ആണെന്ന്. ഓക്കെ ഓക്കെ അന്ന് എനിക്ക് ലീവായിരുന്നു. സാർ. വിഷ്ണു ഗുഡ് ആഫ്റ്റർനൂൺ സാർ. സാർ ഒരു കാര്യം പറയാനാണ്. ഈ വരുന്ന മാർച്ച് 27 എൻ്റെ കുടുംബത്തിൽ, സാറിൻ്റെ കുടുംബത്തിൽ, പിന്നെ നമ്മുടെ കമ്പനിയിലെ ഓരോ സ്റ്റാഫിൻ്റെ കുടുംബത്തിന് ഉന്നമനത്തിന് വേണ്ടി, ഒപ്പം ഈ പുതിയ ഫിനാൻഷ്യൽ ഇയർ കമ്പനിയുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ പാറയപ്പള്ളി ധ്യാനത്തിൽ പോവേണ്ടി സാർ. അതുകൊണ്ട് സാർ എനിക്ക് ലീവ് ഗ്രാൻഡ് ചെയ്യണം. ധ്യാനത്തിന് വൈഫിൻ്റെ നേർച്ചയാണ് സാറേ. ഇന്നൊന്നും പറഞ്ഞു ലീവ് തരില്ല സാർ. ഓക്കെ, നമ്മൾ മെയിൽ. താങ്ക് യു സാർ. സാറേ വരൂ. ഇതിനറിയാം ഇരിക്കേ. അമ്മനൊരു കൃത്യമായിട്ട് പറഞ്ഞ. ഇല്ല സാർ, എനിക്കൊരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. സാർ, ഈ വരുന്ന 27-ാം തീയതി എൻ്റെ അമ്മയുടെ അല്ല അമ്മയുടെ അവസാന ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഒരു ബിസ്ക്കറ്റ് കട തുടങ്ങാൻ എൻ്റെ മാമ. അയ്യോ, എന്താ ബിസ്ക്കറ്റിന്റെ പേര്? ദാക്ഷായണി ബിസ്ക്കറ്റ്. നല്ല പേര്. സാർ, അതിന്റെ ഉദ്ഘാടനം ഞാനില്ലെങ്കിൽ കുടുംബം മൊത്തം. താങ്ക് യു സാർ. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഓരോ ശല്യങ്ങളും മനുഷ്യന് സ്വസ്ഥമായിട്ട് ട്രെയിലറും കാണാൻ സമയത്തില്ല. ഇരുപത്തേഴാം തീയതി നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയാം. ഞാനും ഇവിടെ ഉണ്ടാവും.